അപ്പൊ നമ്മുടെ സമൂഹത്തിൽ മതപരമായിട്ട് സമ്പത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകളുണ്ട്. മതപരമായിട്ട് സമ്പത്തിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. ഏത് ഒരു സ്പിരിച്വൽ ടെക്സ്റ്റ് നമ്മൾ പഠിച്ചു നോക്കുന്ന സമയത്തും പണം എന്ന് പറയുന്നതിനെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ജനിച്ച് വീണിരിക്കുന്ന നമ്മളുടെ സാഹചര്യം എവിടെയാണോ അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന തോട്ട് പ്രോസസ്സുകൾ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളിലേക്ക് തരുന്ന ചില തോട്ട് പ്രോസസ്സുകളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ സമ്പത്തിനെ കുറിച്ചിട്ട് പല ആളുകളും പറയും പണം കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ നരകത്തിലേക്ക് പോകും, പണം കുറച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്ന കുറേ മിസ്ലീഡിങ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. പണത്തിനെ നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഴിയും. പണത്തിനെ നമ്മൾ ചീത്ത രീതിയിലേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് നരകം ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ല, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാവില്ല. സോ ഗുഡ് മണിയെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഗുഡ് മണി എങ്ങനെ വരും? നല്ല സർവീസ്. ഇപ്പം നമ്മളൊരു 100 രൂപ വാങ്ങിയിട്ട് ഒരു സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 5000 രൂപയുടെ വർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പണം ഗുഡ് മണിയാണ്. ഇതിനെ നമ്മൾ റിസീവ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ, മറ്റൊരാളെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ പണം ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണം ഒരിക്കലും ഒരു പ്രശ്നമല്ല, പ്രശ്നക്കാരനല്ല. പണം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന പണത്തിനെ കുറിച്ചിട്ട് പ്രശ്നമാണെന്ന് പറയുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ അവർ പോകുന്ന സമയത്ത് അവർ തൊട്ടടുത്ത് വീട്ടിൽ ഇതൊക്കെ വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് ഒരു 100 രൂപ കടം തരുമെന്ന് ചോദിക്കുന്ന ആളുകളായിരിക്കും. മനസ്സിലായില്ല? അപ്പം അതിനെക്കൊണ്ട് പണം ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളോ ഒരിക്കലും പ്രശ്നക്കാരല്ല എന്നുള്ള തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ എന്നെത്തുന്നു. അതിനനുസരിച്ചിട്ട് നമ്മളുടെ ചിന്താഗതികളും നമ്മളിലേക്ക് പണം അട്രാക്ട് ചെയ്യപ്പെടുന്നതും മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും.